ഗോൾ സെറ്റിംഗ്, ഗോൾസ്, ലക്ഷ്യങ്ങൾ ജീവിതത്തിൽ വളരെ ആവശ്യമുള്ള സംഭവമാണ്. ഇന്നത്തെ വീഡിയോ നമുക്ക് ഗോൾ സെറ്റിങ്ങിനെ പറ്റിയിട്ട് ഒരു 4 പോയിന്റിൽ കൂടെ നമുക്കിങ്ങനെ സഞ്ചരിച്ച് നോക്കാം. വെൽക്കം ടു അജൈൽ മലയാളി. ആദ്യം ഒരു കോട്ട് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഒരു കോട്ട് ഞാൻ വായിക്കാം. ഇഫ് യു വാണ്ട് ടു ബി ഹാപ്പി, സെറ്റ് എ ഗോൾ ദറ്റ് കമാൻഡ്സ് യുവർ തോട്ട്സ്, ലിബറേറ്റ്സ് യുവർ എനർജി ആൻഡ് ഇൻസ്പയേഴ്സ് യുവർ ഹോപ്സ്. ആൻഡ്രൂ കാർണിഗി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ബിസിനസ്സുകാരനും ഫിലാന്ത്രോപ്പിസ്റ്റും ഒക്കെ ആയിരുന്നു അമേരിക്കയിലെ. ആൻഡ്രൂ കാർണിഗിനെ പറ്റിയിട്ട് ഞാൻ ആദ്യം വായിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഏതോ ഒരു പുസ്തകത്തിലാണ്. എനിക്ക് സിഗ് സിഗ്ലറിൻ്റെ ഏതോ ഒരു പുസ്തകത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ആൻഡ്രൂ കാർണിഗിൻ്റെ രസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾ ഭയങ്കര പൈസ ഉണ്ടാക്കി, ധാരാളം പൈസ ഉണ്ടാക്കി. അയാളുടെ 90% അയാളുടെ സ്വത്ത് അയാൾ ഫിലാന്ത്രോപ്പിക്ക്, സൊസൈറ്റിക്ക് വേണ്ടി കൊടുത്തു. പബ്ലിക് ലൈബ്രറീസ്, പിന്നെ പല പല രീതിയിൽ സ്റ്റീൽ ഒക്കെയാണ് അയാൾ അതിൽ പൈസ ഉണ്ടാക്കിയ, സ്റ്റീലിൻ്റെ ബിസിനസ്സൊക്കെ. അപ്പോൾ കാർണിഗി ഭയങ്കര ഒരു പേരാണ് ആൻഡ്രൂ കാർണിഗി. ആൻഡ്രൂ കാർണിഗിൻ്റെ ഒരു കഥ ഞാൻ കേട്ടത്. അപ്പോൾ അയാളുടെ ഒരു കാലത്ത് ഇത് ഞാൻ പറഞ്ഞ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്ക സമയത്താണ് കേട്ടോ. അപ്പം ഇയാൾ ഒരു 150 മില്യണേഴ്സിനെ, അന്ന് മില്യണയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തേക്കാട്ടൊക്കെ എത്രയോ ഭയങ്കരമാണ്. കാരണം $1 മില്യൺ എന്ന് പറഞ്ഞാൽ 1930-കളിൽ $1 മില്യൺ ഇന്നത്തെ $1 മില്യൺ തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇന്ന് തന്നെ $1 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. ബട്ട് എനിവേ, അപ്പോൾ ഇയാൾ 150 മില്യണേഴ്സോ ഇട്ട് ഇയാൾക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇയാൾ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ മില്യണേഴ്സിനെ ഒക്കെ സംഘടിപ്പിച്ച് നിങ്ങൾ എങ്ങനെയാണ് ജോലിക്ക് എടുക്കുന്നത്? പറഞ്ഞു, ഞാൻ ജോലിക്ക് എടുത്ത സമയത്ത് അവർ മില്യണേഴ്സ് ആയിരുന്നില്ല. എനിക്ക് ജോലി എടുത്ത് കഴിഞ്ഞ് എൻ്റെ കമ്പനി ഗ്രോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവരും ഗ്രോ ചെയ്തിട്ട് അങ്ങനെയാണ് അവർ മില്യണേഴ്സ് ആയതെന്ന് പറഞ്ഞു. ആൾക്കാരെ പറ്റിയിട്ട്, ജോലി എടുക്കുന്ന ആൾക്കാരെ പറ്റിയിട്ട് അയാൾ പറഞ്ഞിട്ടുള്ളൊരു അഭിപ്രായം ഇതാണ്. അതായത് സ്വർണം എടുക്കുന്ന പോലെയാണ്. കാരണം എല്ലാ ആൾക്കാരിലും സ്വർണ്ണമുണ്ട്, പക്ഷെ കുറേ ചെളി വാരി കളയാനുണ്ട് ഈ സ്വർണം പുറത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷെ അതേ സമയത്ത് ഇപ്പം ആർട്ടിക്കിൾസൊക്കെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡ്രൂ കാർണിഗിൻ്റെ ബിസിനസ് ഡീലിങ്സും, അതായത് ആൾക്കാരുടെ സേഫ്റ്റി, അങ്ങനത്തെ കുറേ കാര്യങ്ങളും, ടേക്കിംഗ് കെയർ ഓഫ് എംപ്ലോയീസും നന്നായിരുന്നില്ല, വർക്കേഴ്സിനെ ഒന്നും നന്നായിട്ട് ട്രീറ്റ് ചെയ്തിരുന്നില്ല അയാളുടെ കമ്പനികൾ എന്നുള്ളൊരു ആക്ഷേപവും നമുക്ക് വായിക്കാൻ പറ്റും. പക്ഷെ അതല്ല ഇവിടെ വിഷയം. നമുക്ക് ഏതൊരാളെ എടുത്തു കഴിഞ്ഞാലും പൂർണ്ണമായിട്ട് നല്ല ആൾക്കാരും പൂർണ്ണമായിട്ട് മോശം ആൾക്കാരും ഒക്കെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് വേണ്ട സാധനം നമ്മൾ എടുക്കുക, വേണ്ടാത്ത സാധനം ഒഴിവാക്കുക, എത്രയേ പറ്റുള്ളൂ. അപ്പോൾ ഗോൾ സെറ്റിങ് വലിയ ആവശ്യമാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും, ഞാൻ ഭയങ്കര ഗോൾ സെറ്റിങ്ങിൻ്റെ ആളാണ്. അങ്ങനെയല്ല കേട്ടോ. ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ നിങ്ങളുമായിട്ട് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, ഞാൻ തുറന്ന് സംസാരിക്കുന്നു, എൻ്റെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ പറയുന്നു. അതിന് കൂടെ തന്നെ എനിക്ക് പറയാനുള്ളൊരു സംഭവമാണ് ഗോൾ സെറ്റിംഗ്. ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ ഗോൾ സെറ്റിങ്ങും കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ ജോലി പോവും, നമുക്ക് ജോലി മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാരണം കൊണ്ടായിരിക്കാം അത് ചെയ്യുന്നത്. ജീവിതത്തിൽ പക്ഷേ അങ്ങനെ ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കൂടെ സെൽഫ് ഡിസിപ്ലിൻ വേണം. ആ സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. ഇത് പറയുന്നത് കേട്ടിട്ട് ഞാനെന്തോ വലിയ സംഭവം എന്നുള്ളത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പോയിന്റ് ടേക്കൺ, റൈറ്റ്? ഒരു 5 പോയിന്റ് കൂടെ നമുക്ക് നിൽക്കാം. ആദ്യത്തെ സംഭവം, ഡിഫൈൻ സ്പെസിഫിക് മെഷറബിൾ ഗോൾസ്. ഈ ഗോൾസിനെ പറ്റി പറയുമ്പോൾ സ്മാർട്ട് ഗോൾസ് എന്ന് പറയും. ഇന്നും ഞങ്ങളിപ്പോൾ കമ്പനിയിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രോജക്റ്റ് ചെയ്യണമെന്നുണ്ട്, അതിൻ്റെ സ്മാർട്ട് ഗോൾ വേണമെന്നുണ്ടാണ്. സ്മാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SMART, സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റിയലിസ്റ്റിക്, ടൈം ബൗണ്ട്. അതായത് നമുക്ക് വളരെ കൃത്യമായിട്ട് തോനെ പണം ഉണ്ടാക്കണം എന്നല്ല, എത്ര പണം എപ്പോഴത്തേക്ക് ഉണ്ടാക്കണം എന്നുള്ളൊരു സംഭവം ഇതാണ്. നമുക്ക് എക്സസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എക്സസൈസിന് നമ്മൾ ഹെൽത്തി ആവണമെന്നുണ്ടെങ്കിൽ, പണ്ടൊക്കെ ആൾക്കാർ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പറയും തടി കുറയ്ക്കണം, അല്ലെങ്കിൽ മസിൽ വയ്ക്കണം. അതല്ല. ഇപ്പോഴൊക്കെ ആൾക്കാർ പലപ്പോഴും ഹെൽത്തിനെ പറ്റി പറയുമ്പം നമ്മളെ എൻഡ്യൂറൻസ്, വൈറ്റൽ സയൻസ്, അതായത് നമ്മളെ പ്രഷർ, നമ്മളെ ഷുഗർ, നമ്മളെ കൊളസ്ട്രോള്, നമ്മൾ ഇൻറ്റേർണലായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന സംഭവങ്ങൾക്കൊക്കെ മെഷറബിൾ ആയിട്ടുള്ള ഒരു എത്തണം എന്നുള്ളതാണ്. അതാണ് ഗോൾസ് സെറ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇപ്പോൾ ലുക്കിൽ മാത്രം ഭയങ്കര സംഭവമായിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഉള്ളിൽ നമ്മളുടെ അവയവങ്ങളൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ലുക്കൊന്നും ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല, അല്ലേ? അപ്പം നമ്മൾ എന്ത് ഗോൾ വയ്ക്കുമ്പോഴും അത്
സ്പെസിഫിക് ആവണം, മെഷറബിൾ ആവണം, അത് അച്ചീവബിൾ ആവണം. അതായത് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റണം, റിയലിസ്റ്റിക് ആവണം. ഞാനിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 53 വയസ്സാകുന്ന സമയത്ത് എനിക്കൊരു മാരത്തോൺ ഓടണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടന്നു തിരിക്കും. പക്ഷേ എൻ്റെ കാലിനൊരു ബോൺ സ്പർ ഉണ്ട്, അതായത് ഒരു കാലിനൊരു തേയ്മാനുണ്ട് എൻ്റെ ലെഫ്റ്റ് ലെഗിന്. അപ്പം സ്വാഭാവികമായിട്ടും ഓടുക എന്നുള്ളത് എന്നെ കൊണ്ട് പറ്റുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിലും ഓടുന്നൊരു മനുഷ്യനല്ല. ജീവിതത്തിൻ്റെ നെട്ടോട്ടം എന്നല്ലാണ്ട് മറ്റോട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പട്ടിയൊരു പിന്നാലെ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടുക എന്നുള്ളതല്ലാണ്ട് വേറെ അല്ലാത്ത ഓട്ടമൊന്നും ഇല്ല. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത്, ഞാൻ കാണുന്നുണ്ട് ആൾക്കാർ ലേറ്റ് സ്റ്റേജസിൽ ഓട്ടം തുടങ്ങിയിട്ട് ചിലപ്പോൾ ഒരു മാരത്തോൺ കംപ്ലീറ്റ് ചെയ്യുന്നൊക്കെ പോസിബിളായിരിക്കും. ഒളിമ്പിക്കിന് പോയിട്ട് ഗോൾഡ് മെഡൽ നേടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല എന്നുള്ളതാണ് എൻ്റേത്. അപ്പോൾ നമ്മൾ റിയലിസ്റ്റിക് ആയിരിക്കണം നമ്മളെ ഗോളുകൾ എന്നുള്ളതാണ്. ഇപ്പോൾ പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് നല്ല പ്ലാൻ ചെയ്തിട്ട് നന്നായിട്ട് മണി മാനേജ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ചിലപ്പം കുറേ കാര്യങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും, നമ്മളെ ലൈഫ് സ്റ്റൈൽ മാറ്റേണ്ടി വരും. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. മോണിറ്ററി ഹെൽത്ത് വൈസ് എനിക്ക് ചില ഹെൽത്തിൻ്റെ പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ടുള്ള സംഭവത്തിലേക്ക് മാറാൻ പറ്റും. നമുക്ക് ആരോഗ്യത്തിനെ പറ്റി, നമുക്ക് ഫ്യൂച്ചറിനെ പറ്റി അറിയില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ആരോഗ്യം നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ മെഷറബിൾ ആയിട്ടുള്ള ഗോളുകളായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ്, ബ്രേക്ക് ഗോൾസ് ഇൻ ടു ആക്ഷണബിൾ സ്റ്റെപ്സ്. ഈ അജൈൽ എന്നുള്ള ഒരു വിദ്യയുടെ ഭാഗമായിട്ട് നിങ്ങൾ ഈ അജൈലിൻ്റെ കോഴ്സോ, ഇതിൽ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ തന്നിട്ടുള്ള അജൈലിൻ്റെ കോഴ്സോ, 5 മിനിറ്റ് കൊണ്ട് അജൈൽ ജീവിതത്തിലുള്ള മാറ്റമൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള സമയത്ത് വെച്ചാൽ വലിയൊരു സംഭവം ബ്രേക്ക് ഡൗൺ ചെയ്യാന്നുള്ളത്. അത് അജൈലിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ്. നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക, ചെറിയ ചെറിയ കാര്യങ്ങളാക്കിയിട്ട് അത് ടാക്കിൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരു വലിയ ഗോൾ ഉണ്ടാവും, നമുക്കൊരു ഗോൾ ഉണ്ടാവും, ചിലപ്പോൾ 5 വർഷം കൊണ്ട് എത്താനുള്ള ഗോളായിരിക്കും, 10 വർഷം കൊണ്ട് എത്താനുള്ള ഗോൾ. അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ആക്ഷനബിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് വേണം. അപ്പോൾ നമുക്കൊരു പുസ്തകം ഒരു വായനാശീലം നമുക്ക് കൊണ്ടുവരണം എന്നുള്ളതാണെങ്കിൽ എന്താ ചെയ്യുക? ഇന്ന് പുസ്തകം ആയിട്ട് എടുത്തിട്ട് വായിച്ചിട്ട് തീർക്കുക എന്നുള്ളതാണോ? അല്ല, നമ്മളെല്ലാ ദിവസവും കുറേശ്ശെ വായിക്കുക, അതൊരു ഹാബിറ്റാക്കുക. ചിലപ്പോൾ ആദ്യത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾ ഒരു പേജേ വായിക്കുള്ളൂ, പിന്നെ നിങ്ങൾ തീരുമാനിക്കും 10 മിനിറ്റ് വായിക്കുക, 20 മിനിറ്റ്, 1 മണിക്കൂർ വായിക്കുക, അങ്ങനെയാവും. അങ്ങനെ ഒരു ഹാബിറ്റിലേക്ക് സാധനം കൊണ്ടുവരും. അപ്പോൾ ആക്ഷനബിൾ ആയിട്ടുള്ള സാധനം, നമ്മൾ ഒരു 300 പേജ് പുസ്തകം എടുക്കുമ്പോൾ അയ്യോ അത് 300 പേജ് ഉണ്ടോ, വേണ്ട, ബുദ്ധിമുട്ടണ്ട, 1 പേജ് നിന്ന് വായിച്ചാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് 1 നിന്നും 2ലേക്കും 3ലേക്കും 4ലേക്കും ഒക്കെ സ്കൂളിൽ പോകുമ്പോൾ നേരെ പോയി 10ാം ക്ലാസ്സിലല്ലല്ലോ ഇരിക്കുക. 1ാം ക്ലാസ് കഴിഞ്ഞിട്ട് 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ കഴിഞ്ഞിട്ടല്ലേ. ചില ആൾക്കാരുണ്ട് ഇല്ല എന്നല്ല കേട്ടോ, 2, 3 കഴിയുമ്പോഴേക്കും ഒരു ഭയങ്കര ബുദ്ധിമാന്മാരായിട്ട് ജീനിയസ് ആൾക്കാർ 10ാം ക്ലാസ്സിലേക്ക് പോയി ഇരിക്കുന്നുണ്ടാവും. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, എന്നെ പോലുള്ള ആൾക്കാരുടെ കാര്യമാണ്. നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പ് കൂടെ തുള്ളി കളിച്ച് ചാടി മണ്ടി അപ്പുറത്ത് എത്താൻ പറ്റില്ല. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ ഉള്ളൊരു പോക്കാണ്. ബ്രേക്ക് ഗോൾസ് ഇൻ ടു ആക്ഷനബിൾ ആയിരിക്കുന്ന സ്റ്റെപ്സ്. നമ്മൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റണം ഓരോ സ്റ്റെപ്പിനും. മൂന്നാമത്തത്, സെറ്റ് ഡെഡ് ലൈൻസ് ആൻഡ് മൈൽ സ്റ്റോൺസ്. ഈ ഡെഡ് ലൈൻ കേൾക്കുമ്പോൾ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്, പ്രോജക്റ്റ് ഡെലിവറി ഒക്കെയാണെങ്കിൽ ഡെഡ് ലൈനാണ്, ഫുൾ ടൈം ഡെഡ് ലൈനാണ്. ഡെഡ് ലൈൻ പറയുമ്പോൾ സംഭവം തന്നെ ഒരു സാധനം, ഒരു വര വരച്ചിട്ടുണ്ട്, വരേൻ്റെ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചത്തു എന്നുള്ളതാണ്. അതായത് വര എത്തുന്നതിൻ്റെ മുമ്പേ, ആ ടൈം എത്തുന്നതിൻ്റെ മുമ്പ് നമ്മൾ പണി ചെയ്തില്ല നമ്മളെ കഥ തീരും എന്നുള്ളത്. എനിക്ക് ഇഷ്ടമുള്ളൊരു വാക്കല്ലത്. മൈൽ സ്റ്റോൺ എന്നുള്ളത് എനിക്ക് പിന്നെ ഇഷ്ടമുള്ളൊരു സാധനമാണ്. കാരണം നമ്മളെത്താ എത്തിപ്പൊട്ട് എന്നുള്ളൊരു ഇതാണ്. നമ്മുടെ ഡെഡ് ലൈൻ എന്നുള്ളതിനെക്കാട്ടും എനിക്ക് മൈൽ സ്റ്റോൺ എന്നുള്ള വാക്കാണ് കൂടുതൽ ഇഷ്ടം. അത് ചിലപ്പോൾ സൈക്കോളജിക്കലി നമുക്ക് തോന്നിയായിരിക്കും. അത് പേടിച്ചിട്ടാവരുത്, നമുക്കൊരു ആസ്പിറേഷൻസ് ആയിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് വേണം നമ്മൾ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ എന്നുള്ളൊരു തോന്നില്ല. അപ്പോൾ മൈൽ സ്റ്റോൺസ് വേണം. നമുക്കൊരു 5 വർഷം അപ്പുറത്തേക്കുള്ളൊരു ഗോൾ ഉണ്ടെങ്കിൽ അതിനെ ഓരോ വർഷം എത്തേണ്ട മൈൽ സ്റ്റോൺ ഉണ്ട്, അതിൽ ഓരോ മാസം എത്തേണ്ട മൈൽ സ്റ്റോൺ ഉണ്ട്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം അങ്ങനത്തെ മൈൽ സ്റ്റോൺസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗോളിലേക്ക് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു 5 വർഷത്തെ ഒരു ഗോൾ വെച്ചു, 1.5 വർഷം കഴിയുമ്പോൾ നമ്മൾ ആ ഗോളിലേക്ക് കുറച്ചും കൂടി അടുത്തെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഗോള് വെക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. പക്ഷെ ഓരോ ആ ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്ത് ആ ഗോളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് പലപ്പോഴും അതിൻ്റെ ഇടയ്ക്ക് ജീവിതം ഇടയിൽ വന്ന് വിടും. അല്ലെങ്കിൽ നമ്മളുടെ ഇനേഷ്യ, നമ്മളുടെ മടുപ്പ്, ഇതൊക്കെ ചെയ്തിട്ട് എന്താന്നൊക്കെയുള്ള കുറേ നെഗറ്റീവ് സാധനങ്ങളൊക്കെ വന്നിട്ട് ഇതൊക്കെ അപ്പുറത്തിടും. ഗോൾ എവിടെ കിടക്കുന്നുണ്ടാവും, നമ്മളെവിടെ കിടക്കുന്നുണ്ടാവും, ആക്ഷനബിൾ സ്റ്റെപ്പ് വഴി നീളെ കിടക്കുന്നുണ്ടാവും. അങ്ങനെ പോയി പോവും.
അതൊരു വലിയ പ്രശ്നമാണ്. അപ്പം മൈൽ സ്റ്റോൺസ് വയ്ക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ്. നാലാമത് റെഗുലർലി റിവ്യൂ ആൻഡ് അഡ്ജസ്റ്റ് ഗോൾസ്. ഒരു ഗോൾ നമ്മളൊരു 5 വർഷത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഗോൾ മാറില്ല എന്നുള്ളതല്ല, ഗോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ച്, നമ്മളുടെ സൊസൈറ്റീൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച്, നമ്മളുടെ ലോകത്തിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച്, നമ്മളുടെ ബന്ധങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച്, നമ്മളുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ട് ഇതിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഗോള് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെന്താ വേണ്ടത്? നമ്മൾ ആ ഗോള് നമ്മൾ നിരന്തരം റിവ്യൂ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ 5 വർഷം എന്നുള്ളത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഞാനൊക്കെ 5 ഇയർ പ്ലാൻ എന്നൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ടായിരിക്കാം മതി 5 വർഷം എന്ന് പറയുന്നത്. ലോങ് ടേം ഗോളായിട്ട് നമ്മൾ വെക്കുകയാണ്. ഒരു കൊല്ലത്തേക്ക് ഗോൾ വെക്കരുത് എന്നുള്ളതല്ല കേട്ടോ. ഒരു കൊല്ലം തന്നെ ഒരു 12 മാസത്തിൽ ഒരു 12 മാസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ധാരാളം കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. ഞാൻ വെറുതെ 5 വർഷം എന്ന് പറഞ്ഞുള്ളൂ. ഒരു വർഷത്തേക്ക് എടുക്കാം. അപ്പോൾ ഓരോ മാസവും ഒരു വർഷത്തെ സാധനമാണെങ്കിൽ നമ്മൾ ആ വർഷം, ഇപ്പോൾ നമ്മൾ അധികം ആൾക്കാരും ജനുവരി 1-ാം തീയതിയാണ് ഓരോ ഗോളൊക്കെ വയ്ക്കുക. 30-ാം തീയതി വയ്ക്കുമ്പോൾ എന്തോ ഭയങ്കര സംഭവം എന്നുള്ളത്. അങ്ങനത്തെ ഗോളുകൾ പലപ്പോഴും നടക്കാറില്ല. നിങ്ങൾക്കും എനിക്കും ഗോള് വേണമെന്നുണ്ടെങ്കിൽ നാളെ തുടങ്ങിയാൽ ഇന്ന് തുടങ്ങിയൊരു ഗോള് ഇന്ന് മുതൽ 365 ദിവസം നോക്കിയാൽ മതി. ജനുവരി 1-ാം തീയതി ആവാൻ വരെ കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെന്താ? ജനുവരി 1-ാം തീയതി വരുമ്പോൾ എന്തെങ്കിലും മാജിക് ഉണ്ടാവുക? നമ്മളെന്താ ഇന്നുള്ളതിനെക്കാട്ടും എന്തോ ഭയങ്കര സംഭവമായി മാറും. ആ ഡിസംബർ 31-ാം തീയതി 12 മണിക്കെല്ലാം മണ്ടി അടിക്കണം ടാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗംഭീരമായിട്ട് കയറും? ഇല്ല, ഒന്നും മാറില്ല. ഇതൊക്കെ തന്നെയായിരിക്കും ജനുവരി 1-ാം തീയതി. പക്ഷേ ഒരു കൊല്ലത്തെ പ്ലാൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ പ്ലാൻ ചെയ്യാം, എന്ന് പ്ലാൻ ചെയ്യാം. നേരെ തിരിച്ച് 365 ദിവസം വരെ പ്ലാൻ ചെയ്യാം. എന്നിട്ട് എല്ലാ മാസവും ഈ ദിവസം 1 മന്ത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ റിവ്യൂ ചെയ്യേണ്ടത് അടുത്ത ഇതേ സമയത്തല്ല റിവ്യൂ ചെയ്യേണ്ടത്. എല്ലാ മാസവും എല്ലാ ആഴ്ചയും എന്നുള്ള രീതിയിൽ നമ്മളെങ്ങനെ നമ്മളെ ഗോളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാനിങ്ങനെ ഗോളൊക്കെ അച്ചീവ് ചെയ്ത് അടിച്ച് മിന്നിച്ചിങ്ങനെ പോകുക എന്നുള്ളത്. ഇതൊക്കെയാണ് ആൾക്കാർ പറയുന്നത് എന്നുള്ളതാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുക എന്നുള്ളതല്ല. ഇതൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ എന്നാലും എനിക്ക് പലപ്പോഴും ചെയ്യാൻ പറ്റാറില്ല. അങ്ങനെ ചെയ്ത സമയങ്ങളുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. ഒരു മാസത്തെ ഒരു ഗോൾ എടുത്തിട്ട് നമ്മൾ പോയിട്ട് അതിനൊക്കെയുള്ള ചേഞ്ചസ്, ഗുണങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് നമ്മളുടെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമാവാൻ സമയമെടുക്കുന്നുള്ളൂ. എൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടില്ല. പക്ഷേ പലപ്പോഴും ഇതൊക്കെ വായിച്ചൊക്കെ നോക്കും, ഇങ്ങനെയൊക്കെയാണ്. അപ്പം ചിലപ്പം ഈ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് കുറച്ച് കാലത്തേക്ക് ഗോളൊക്കെ വെച്ച് മര്യാദയ്ക്ക് ഇതാകുമ്പോൾ മതി. അപ്പോൾ ഞാനും കൂടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അവസാനത്ത് സെലിബ്രേറ്റ് സ്മോൾ വിൻസ്. നമുക്കൊക്കെ ഒരു ധാരണ ഉള്ളതെന്ന് വെച്ചാൽ എന്തോ വലിയ സംഭവം അച്ചീവ് ചെയ്താൽ മാത്രമേ നമ്മൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുള്ളൂ, ആഘോഷിക്കുള്ളൂ. പക്ഷേ ഒരു ഗോളിലേക്ക് എത്തുമ്പോൾ അതിന് ചെറിയ ചെറിയ സ്റ്റെപ്പുകളുണ്ട്, ചെറിയ ചെറിയ മൈൽ സ്റ്റോണുണ്ട്. ആ മൈൽ സ്റ്റോണിൽ എത്തുമ്പോൾ നമ്മളൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം, ഒന്ന് ആഘോഷിക്കണം. ആഘോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ച് പൊളിച്ചങ്ങോട്ട് ആഘോഷിക്കുന്നില്ല, ചെറിയൊരു ആഘോഷം. നമ്മൾ പാറ്റ് ഇൻ ദ ബാക്ക് എന്നൊക്കെ പറയില്ലേ, നമ്മൾ മോനെ ഇച്ചി കുഴപ്പമില്ല, നല്ലവനാ, ഇച്ചി കുഴപ്പമില്ല, എനിക്ക് കഴിവൊക്കെ ഉണ്ട് എന്ന് നമ്മളോട് തന്നെ പറയുന്നൊരു സംഭവം. അത് അപ്പോൾ അതാണ് നമുക്കിപ്പോൾ ഒരു വർഷത്തെ ഒരു ഗോൾ എടുക്കുകയാണെങ്കിൽ എല്ലാ മാസവും നമുക്കൊരു അച്ചീവ്മെൻ്റ് ഉണ്ടെങ്കിൽ ചില മാസങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് സെലിബ്രേറ്റ്, എല്ലാ മാസവും ചിലപ്പോൾ അച്ചീവ് ചെയ്യണമെന്നില്ല. ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്യും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഹെൽത്തിൻ്റെ കാര്യമാണെങ്കിൽ എല്ലാ മാസവും ചിലപ്പോൾ നമ്മൾ ഹെൽത്ത് പ്രോഗ്രസ് ചെയ്തോളണമെന്നില്ല. ചിലപ്പോൾ ആദ്യം നമുക്ക് നല്ലൊരു അച്ചീവ്മെൻ്റ് ഉണ്ടാവും, പിന്നെ ചിലപ്പോൾ ഒരു സ്ലോ ഡൗൺ ഉണ്ടാവും, പിന്നെ കൂടുതലുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മളെ ബോഡിയെ നമ്മളെ മൈൻഡിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നൊരു സാധനമാണ്. ഇപ്പോൾ വർക്കിലാണെങ്കിൽ അത് ഗോൾ വെച്ച് നോക്കൂ, ഒരു കൊല്ലത്തേക്കുള്ളൊരു ഗോള് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മാനേജ് ചെയ്ത് നോക്കൂ. അത് ആക്ച്വലി കരിയറിനും വളരെ ഗുണകരമായിട്ട് സഹായിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ 5 പോയിൻറ്റുകളാണ് പറഞ്ഞത്. ഒന്ന്, നമ്മൾ ഡിഫൈൻ, അത് സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം ഗോൾ, സ്മാർട്ട് ഗോൾസ് ആയിരിക്കണം. പിന്നെ വലിയ ഗോൾ ഉണ്ടെങ്കിൽ അതിനെ ചെറിയ ആക്ഷണബിൾ സ്റ്റെപ്പാക്കിയിട്ട് മാറ്റണം. ഡെഡ് ലൈനുകൾ എന്നുള്ള വാക്കല്ല, മൈൽ സ്റ്റോണുകൾ വെക്കണം. ഒരു വർഷത്തെ ഗോളാണെങ്കിൽ എല്ലാ മാസവും അച്ചീവ് ചെയ്യേണ്ട ഒരു മൈൽ സ്റ്റോൺ വയ്ക്കാം. പിന്നെ എല്ലാ മാസവും ആഴ്ചയോ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ റിവ്യൂ ചെയ്തിട്ട് ഗോളിലേക്ക് ക്ലോസറായി വരുന്നുണ്ടോ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ, ആ ഗോൾ അഡ്ജസ്റ്റ് ചെയ്യണം. ചിലപ്പം ഞാനൊരു ഗോള് വേണം എന്നുള്ള അച്ചീവ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ട് ഒരു 3-4 മാസം കഴിയുമ്പോൾ ഞാൻ മനസ്സിലാക്കും, പുതിയ ടെക്നോളജി വന്നിട്ടുണ്ട്, അത് വന്നു, ഇത് വന്നു, ഞാൻ മുമ്പ് വിചാരിച്ച മാതിരി അല്ല ലോകം മുന്നോട്ട് നീങ്ങാൻ പോകുന്നത്. എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു, ഒരു പ്രിഡിക്ഷൻ ഉണ്ടായിരുന്നു, ഇങ്ങനെയായിരിക്കും ഒരു വർഷം കഴിഞ്ഞാൽ എൻ്റെ ലോകവും കരിയറും കമ്പനിയൊക്കെ. അതല്ല എന്ന് മനസ്സിലാവുമ്പോൾ ഞാൻ എൻ്റെ ഗോളിനെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. അപ്പം ആ റിവ്യൂ ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് വേണം. അവസാനത്തെ പോയിൻറ്റ്, സെലിബ്രേറ്റ് സ്മോൾ വിൻസ്.
ആഘോഷിക്കാനുള്ള ഒരവസരം പോലും നമ്മൾ മിസ്സാക്കരുത്. അച്ചീവ് ചെയ്യാൻ ഒരു വർഷം ഉണ്ടാവും കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ചെറിയ അച്ചീവ്മെൻ്റൊക്കെ വരുന്ന സമയത്ത് നമ്മളത് അച്ചീവ് ചെയ്ത് അങ്ങോട്ട് എത്തുക. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഗോൾ 100% അച്ചീവ് ചെയ്തില്ലെന്നിരിക്കും. പക്ഷേ ആ ഗോള് ഒരു 60% 70% അച്ചീവ് ചെയ്താൽ തന്നെ നമ്മളെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാവുന്നുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ചത്, നമ്മൾ പൈസേനെ കണക്കെടുക്കുക. ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവുന്ന സാധനം. 1 കോടി ഉറുപ്പ്യ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത് അത് 1 കോടി എത്തിയില്ല, 80 ലക്ഷം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗോള് വെച്ചതുകൊണ്ടാണ് 80 ലക്ഷം ഉണ്ടായത്, അല്ലെങ്കിൽ പൈസ ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ നമ്മൾ ഏതൊരു ഗോളുമാണെങ്കിൽ ആ ഗോളിലേക്ക് ക്ലോസർ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പോസിറ്റീവായിട്ട് ലൈഫ് മുന്നോട്ട് പോകുമെന്നുള്ള സാധനമുണ്ട്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനൊരു ഗോളൊന്നും വെച്ചിട്ടില്ല കേട്ടോ, ഇത്ര ആൾക്കാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അത് പറയുന്നു എന്നുള്ള അവസാനം. ഇത്രയും നേരം കണ്ട ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ആദ്യം കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബർ പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കുഞ്ചും ഗുണമുള്ളൂ, അല്ലെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല ഇതിന്. അതും നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് ഗുണമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ വെറുതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടമാനം കമ്പനികളും കണ്ടമാനം യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതല്ല നിങ്ങളുടെ ഗോൾ. ധാരാളം സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കുക എന്നുള്ളതല്ല എൻ്റെ ഗോൾ. ഞാനിത് ചെയ്ത് സംസാരിക്കുന്ന വഴി എൻ്റെ ജീവിതത്തിലൊരു മാറ്റം വരിക, എനിക്ക് ഗോളുകളെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക, എനിക്ക് ചിന്തിക്കാൻ പറ്റും ആ സമയത്ത്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും കാണാം. Till then, take care, set your goals, have actionable steps and achieve them.